ഒരു നന്മ അറിയിച്ചവന് ആ നന്മ ചെയ്യുന്നവന്റെ അതേ പ്രതിഫലമാണ് എന്നുള്ളത് ദുനിയവിയായിട്ടുള്ള വിഷയമാണ്. അപ്പൊ സഹോദരങ്ങളെ, ദീനിയായിട്ടുള്ള നന്മകൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ടും അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനും അതിനുവേണ്ടി നാം പരിശ്രമിക്കുകയും ചെയ്താൽ ആ കർമ്മം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ആ നന്മകൾ ഉൾക്കൊള്ളുന്ന ആളുകൾ അവരുടെ പ്രതിഫലങ്ങൾ നമുക്കും ലഭിക്കുന്ന ഒരവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിച്ചു തരാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് ഉസൂലുൽ ഈമാൻ, അതിലെ ബിദ്അത്തുകളെ കുറിച്ചുള്ള താക്കീതും സുന്നത്തിനോട് യോജിച്ച് നിൽക്കണം എന്ന ബാബിൽ അടുത്ത ഹദീസ്, ഈ കിതാബിലെ 95-ാമത്തെ ഹദീസ്. വലി മുസ്ലിമിൻ عن أبي هريرة رضي الله عنه مرفوعا من دعا إلى هدى كان له من الأجر مثل أجور من تبعه لا ينقص ذلك من أجورهم شيئا ومن دعا إلى ضلالة كان عليه من الإثم مثل آثام من تبعه لا ينقص ذلك من آثامهم شيئا. صحيح مسلم له അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. മൻ ദഅ ഇലാ ഹുദൻ, ആരാണോ ഹുദയിലേക്ക് നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്, കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു, അവനുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവൻ ക്ഷണിച്ച ആ നന്മ പിൻപറ്റുന്ന ആളുകൾ ചെയ്യുന്നതിൻ്റെ പ്രതിഫലങ്ങൾ കൂടി അവന് ലഭിക്കും. ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅ, എന്നാൽ അവന്റെ പ്രതിഫലത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുമോ? ഒരു കുറവും സംഭവിക്കുകയുമില്ല. വമൻ ദഅ ഇലാ ളലാലത്തിൻ, ഇനി ആരെങ്കിലും വലാലത്തിലേക്ക് വഴികേടിലേക്ക് ആരെങ്കിലും ക്ഷണിച്ചാൽ, കാന അലൈഹി മിനൽ ഇസ്മി മിസ്ലു ആസാമി മൻ തബിഅഹു, അവന്റെ മേലെ പാപമുണ്ടാകും. ഏതുപോലെ? അവനെ പിൻപറ്റിയവർ ചെയ്യുന്ന പാപങ്ങളുടെ പാപം കൂടി ഇവന്റെ മേലെ ഉണ്ടാകും. ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ഷൈഅ, അത് മറ്റുള്ളവരുടെ പാപത്തിൽ കുറവ് വരുത്തൂല. അവർക്ക് അതിന്റെ കുറ്റം ഉണ്ടാവും, ഇവർക്ക് അതിന്റെ കുറ്റം ഉണ്ടാവും. ഈ ഹദീസ് ദഅവത്തിന്റെ ഫള്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിലേക്ക് ക്ഷണിക്കുന്നതിന്റെ, നന്മ കൽപ്പിക്കുന്നതിന്റെ, തിന്മ വിരോധിക്കുന്നതിന്റെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ്. ഒന്ന് ഇൽമ് നേടലാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ കുറിച്ചുള്ള ഇൽമ് ഉണ്ടാവലാണ്. 2 കിട്ടിയ ഇൽമ് അനുസരിച്ച് അമല് ചെയ്യലാണ്, അതനുസരിച്ച് കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 3 അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക എന്നതാണ്. 4 ആ കാര്യങ്ങളിലെല്ലാം ക്ഷമയെ അവലംബിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ എത്രയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ദഅവത്തിന്റെ മഹത്വം, അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നതിന്റെ മഹത്വം. അല്ലാഹു തആല പറഞ്ഞു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളതി അൽ ഹസന, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. ചില ആളുകൾക്ക് അള്ളാഹുവിന്റെ മാർഗങ്ങൾ കേട്ട് അനുസരിക്കാൻ തയ്യാറുള്ള ആളുകൾ ഉണ്ടാവും, അവർക്ക് ഹിക്മത്ത് കൊണ്ട് അവരെ ക്ഷണിച്ചാൽ മതിയാവും. എന്നാൽ ചില ആളുകൾ അവർ പാപങ്ങളിൽ മുഴുകുന്ന ആളുകളായിരിക്കും, എന്നാൽ ഈമാനിന്റെ അംശം ഉണ്ടാവും. അവരോട് മൗഇളത്തുൽ ഹസന, അവരോട് ഒരു നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അവരെ ക്ഷണിക്കണം. അങ്ങനെയെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു തആല പറഞ്ഞത് കാണാം. മറ്റൊരായത്തിൽ, വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, നിങ്ങളിൽ നിന്നൊരു ഉമ്മത്ത് ഉണ്ടാവട്ടെ, ഒരു സമൂഹം ഉണ്ടാവട്ടെ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ആളുകൾ, അവരാണ് വിജയികൾ. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാ മേലെയുള്ള ബാധ്യതയാണ്.
അത് നമ്മൾ ചെയ്യുന്നൊരു തെറ്റാണെങ്കിലും. നമ്മളൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് വേറൊരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിരോധിക്കൽ നമ്മുടെ മേലെയുള്ള ബാധ്യതയാണ്. നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മുടെ നഫ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അത് മറ്റുള്ളവരോട് വിരോധിക്കുക എന്നുള്ളത് ദീനിന്റെ താല്പര്യമാണ്. ദീനിൽ അത് തെറ്റാണെങ്കിൽ അത് നാം വിരോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നന്മ കൽപ്പിക്കുകയും ചെയ്യണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് ക്ഷണിക്കാൻ മാത്രം ഇൽമില്ല, പറഞ്ഞു കൊടുക്കാൻ മാത്രം അറിവില്ല എങ്കിൽ ആ അറിവുള്ള ആളുകൾ പറയുന്ന സദസ്സുകളിലേക്ക് നാം മറ്റുള്ളവരെ ക്ഷണിക്കണം. നാം നമ്മുടെ സുഹൃത്തുക്കളെ, അയൽവാസികളെ, കുടുംബക്കാരെ. ഇന്ന് കാലത്ത് നമുക്ക് ഒന്നുകൂടി സൗകര്യങ്ങൾ കൂടുതലാണ്. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഒരു മെസ്സേജ് അയക്കുമ്പോഴേക്കും 200, 300 അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഒറ്റയടിക്ക് എത്തുന്ന ഒരു കാലമാണിത്. അപ്പൊ നമുക്ക് ലഭിക്കുന്ന ഖൈറുകൾ, ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, അതെല്ലാം നമുക്ക് കഴിയും വിധം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതിന്റെ മഹത്വം പറയുന്ന ഒരു ഹദീസാണ് ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദഅ ഇലാ ഹുദ, ആരാണോ ഹുദയിലേക്ക് ക്ഷണിക്കുന്നത്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കും അത് സഹാബാക്കൾ മനസ്സിലാക്കിയ രീതിയിലേക്ക് ആരാണോ ക്ഷണിക്കുന്നത്, കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു, അവന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവൻ കാരണം ആ നന്മ പിൻപറ്റുന്ന ആളുകളുടെ എല്ലാം പ്രതിഫലം അവനുണ്ടാകും. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ മൊബൈൽ ഫോണിൽ അയക്കുന്ന ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഒരു ഖുർആനിന്റെ ആയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നസീഹത്ത്, അത് അയച്ചു കൊടുത്തിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ഏത് ആയത്താണ്, ഏത് മനുഷ്യന്റെ ഉള്ളിലാണ് അതിന്റെ ഫലം ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല. അപ്പൊ അത് കണ്ടിട്ട് ഒരാൾ ഒരു പാപിയാണ്, അവൻ തൗബ ചെയ്തു മടങ്ങി, അല്ലെങ്കിൽ ബിദ്അത്തിലകപ്പെട്ട ആളാണ്, അവൻ സുന്നത്തിലേക്ക് മടങ്ങി, ശിർക്കിലകപ്പെട്ട ആളാണ്, അവൻ തൗഹീദിലേക്ക് മടങ്ങി. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലവും നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം കൂടുതൽ നന്മ നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ് ഈ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണവും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മത്തിലെ ആളുകൾ ചെയ്യുന്ന എല്ലാ നന്മയുടെയും പ്രതിഫലം ഒരു ഭാഗം ആർക്കുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. കാരണം നമുക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ദീനിന്റെ ഇമാമുമാർ, അവർ എഴുതിയ കിതാബുകൾ, അവർ പഠിപ്പിച്ച ഇൽമ്, അത് ശിഷ്യന്മാരിലൂടെ കിതാബുകളിലൂടെ ഇന്ന് നിലനിൽക്കും. നമ്മളത് ആലോചിച്ച് നോക്കി, 1000, 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കിതാബുകൾ, പിന്നെ പണ്ഡിതന്മാർ എഴുതിയ കിതാബുകൾ ഇന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അവരെഴുതിയ ഇൽമ് നമ്മൾ നേടുന്നുണ്ട്. എത്ര വർഷമാണ് നിലനിൽക്കുന്നത്? അപ്പൊ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് നമുക്ക് ഒരുപാട് നന്മ നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ദഅ ഇലാ ദലാലത്തിൻ, ആരാണോ വലാലത്തിലേക്ക് ക്ഷണിക്കുന്നത്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ എതിരായി കൊണ്ടിട്ടുള്ള ഖുറാഫാത്തുകൾ, ബിദ്അത്തുകൾ, അതുപോലെ തന്നെ പാപങ്ങൾ, അതുപോലെ തന്നെ ശിർക്കിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ളതിലേക്ക് ആരാണോ ക്ഷണിക്കുന്നത്, കാന അലൈഹി മിനൽ ഇസ്മി മിസ്ലു ആസാമി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ഷൈആ. അത് കേട്ടിട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പൊ ഇന്ന് കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഈ ഓൺലൈനിന്റെ അകത്ത് തന്നെ നമ്മുടെ നന്മ പ്രചരിപ്പിക്കുമ്പോൾ അതേ സമയത്ത് തിന്മക്ക് വേണ്ടി പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. തിന്മക്ക് വേണ്ടി ഇല്ലാത്ത ഓരോ ദിക്റുകൾ, മൗലൂദുകൾ, അല്ലെങ്കിൽ മറ്റുള്ള എന്തൊക്കെയോ പേരുകൾ ഇട്ടിട്ട് അവര് യൂട്യൂബ് ലൈവുകൾ ഇട്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഓരോ ലൈവുകൾ ഇട്ട് അതിൽ ആളുകൾ ജോയിൻ ചെയ്ത് അതെല്ലാരും കൂടി ഒരു ദിക്ർ ചെല്ലുന്ന, ദീനിൽ പഠിപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന ആളുകൾ, അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ഈ ചെയ്യുന്ന ആളുകൾ, ഈ തിന്മ ചെയ്യുന്ന ആളുകളെ എല്ലാം, ഈ വലാലത്തിലായ ആളുകളുടെ പാപത്തിന്റെ ഒരു ഫലമെല്ലാം അവർക്കും ഉണ്ടാകും. എന്നാൽ ഇവരിൽ നിന്ന് എന്തെങ്കിലും കുറയോ? ഇവരിൽ ഒരു കുറവും സംഭവിക്കുകയില്ല. അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൻ നഹ്ലിൽ, ലിയഹ്മിലു ഔസാറഹും കാമിലതൻ യൗമൽ ഖിയാമ വമിൻ ഔസാരി അല്ലദീന യുദില്ലൂനഹും ബിഗൈരി ഇൽം. അവർ ചെയ്ത പാപങ്ങളുടെ പൂർണ്ണമായ കുറ്റം, പാപഭാരം അവർക്കുണ്ടാകും. അതേപോലെ തന്നെ അവര് ഇൽമില്ലാതെ പഴപ്പിച്ചു കളഞ്ഞ മറ്റുള്ളവരുടെ പാപത്തിന്റെ കുറ്റം കൂടി നാളെ പരലോകത്ത് അവർ വഹിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പൊ ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം, ഒന്ന്, നമ്മൾ നന്മകൾ പ്രചരിപ്പിക്കുക, ഖൈറുകൾ ആളുകളിലേക്ക് എത്തിക്കുക, നന്മ കൽപ്പിക്കുക,
തിന്മകൾ വിരോധിക്കുക, ദഅവത്തിൽ നമ്മൾ പരിശ്രമിക്കുക, നമ്മൾക്ക് ഇൽമുള്ളത് പറഞ്ഞു കൊടുക്കുക, നമുക്ക് ഇൽമില്ലാത്ത കാര്യങ്ങൾ ഉലമാക്കളുടെ അടുത്തേക്ക് അവരെ അടുപ്പിക്കുന്ന, ഉലമാക്കളുടെ സദസ്സിലേക്ക് അല്ലെങ്കിൽ ഇൽമിന്റെ സദസ്സുകളിലേക്ക് അവരെ അടുപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പരിശ്രമിക്കുക. ഇത് വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ന് മുസ്ലിമീങ്ങളുടെ അവസ്ഥ വളരെ അപകടമാണ്. അവർ ദീനിയായി പഠിക്കുന്നില്ല. ദീന് പഠിക്കാതെ നമുക്ക് ഒരിക്കലും ദീനിൽ മുന്നേറാനോ അല്ലെങ്കിൽ ദീനനുസരിച്ച് തുടർന്നു പോകാനോ സാധിക്കൂല. ദീനിൽ മുന്നേറുന്നത് പോട്ടെ, ദീന് ഉറപ്പിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അതിനെന്ത് വേണം? ദീനിനെ കുറിച്ചുള്ള അറിവ് വേണം. ആ അറിവ് എപ്പോഴും ഒരു തദ്കിറ, ഓർമ്മപ്പെടുത്തലുകൾ നിലനിന്ന് പോയാൽ മാത്രമാണ് നമുക്ക് ദീനെ നിലനിർത്താൻ സാധിക്കുള്ളൂ. നമ്മളൊക്കെ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ ദീന് പഠിക്കുന്നവരാണ്, ഖുർആൻ പഠിക്കുന്നവരാണ്, ദീനിന്റെ ആളുകളാണ്, ഇതെല്ലാ കാലത്തും ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ നിലനിൽക്കാനുള്ളതാണ്. അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. പക്ഷേ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ദീനിന്റെ മഹൗലിൽ നിന്നും മാറിപ്പോയി കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇതിൽ നിന്ന് വിട്ട് ദുനിയാവിന്റെ ആളുകളുടെ മാത്രം നടുവില്, ദുനിയാവ് മാത്രം സംസാരിക്കുന്ന ആളുകൾ, ദുനിയാവിന്റെ ഇച്ഛകൾക്ക് പിന്നാലെ മാത്രം പോകുന്ന ആളുകൾ, അബ്നാഉ ദുനിയ, ദുനിയാവിന്റെ സന്താനങ്ങൾ, അവരുടെ കൂടെ ഇരുന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തുണ്ടാവും? ദുനിയാവിനോടുള്ള ഹബ്ബ് വർദ്ധിക്കും. നമ്മൾ ആ തിന്മയിലേക്ക് അകപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് ഏത് സമയത്തും ഇൽമ് നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൽമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. കാരണം അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അവൻ മറ്റുള്ളവരെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇവന്റെ ദീനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തും. അവൻ അള്ളാഹു തആല ഇൽമ് നേടാനുള്ള ബർക്കത്ത് കൊടുക്കും. ഇൽമ് നേടുന്നത്, ഇൽമ് വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നശ്റുൽ ഇൽമാണ്, ഇൽമ് പ്രചരിപ്പിക്കലാണ്. നമ്മൾ നേടിയൊരു ഇൽമ് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ ഇൽമിൽ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യും. അള്ളാഹു തആല അത് കൂടുതൽ വർദ്ധിപ്പിച്ചു തരും. അതുകൊണ്ട് നാം പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വലാലത്തിനെ നാം സൂക്ഷിക്കണം. നമ്മൾ കാരണം ഒരാൾ ഒരു പാപം അറിയുന്ന, ഒരു പാപം കേൾക്കുന്ന, ഒരു പാപത്തിനെ കുറിച്ച് അയാളുടെ ഹൃദയത്തിൽ താല്പര്യം തോന്നുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാവരുത്. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പാപം കണ്ടാലോ കേട്ടാലോ അറിഞ്ഞാലോ ചെയ്താൽ പോലും അത് മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ല. കാരണം അവന്റെ കൽബിൽ അത് എങ്ങനെയാണ് ആ പാപത്തിനോട് താല്പര്യം ഉണ്ടാക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്യുക. അതുപോലെ തന്നെ ഈ വലാലത്തുകൾ മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കാതിരിക്കുക. ഇങ്ങനെ നാം ചെയ്യുന്ന നന്മകൾ, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇൽമുകൾ നമ്മുടെ ഖബറിൽ പോലും നമുക്ക് ഉപകാരപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസത്തിൻ, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒഴികെ അവന്റെ കർമ്മങ്ങളെല്ലാം നിന്നുപോകും. ഇല്ല മിൻ സദഖത്തിൻ ജാരിയ, ജാരിയായ സദഖ, അത് അവന് ഖബറിൽ ഉണ്ടാവും. അതായത് നിലനിൽക്കുന്ന സദഖ, ഒരു മസ്ജിദ്, അല്ലെങ്കിൽ ദീന് പഠിക്കുന്നത്, ആളുകൾക്ക് ഉപകാരം കിട്ടുന്ന കിണർ, വെള്ളം, അല്ലെങ്കിൽ മൊത്തത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ ഇൽമ് പഠിപ്പിച്ചു കൊടുത്തത്, അവൻ പഠിപ്പിച്ചു കൊടുത്ത ഇൽമ് അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതനുസരിച്ച് അമല് ചെയ്യപ്പെടുമ്പോൾ ഉപകാരപ്രദമായ ഇൽമ് പറഞ്ഞാൽ ശർഈ ആയിട്ടുള്ള ഇൽമ്. ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അല്ലെങ്കിൽ സാലിഹായ ഒരു സന്താനം അവനു വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത്. അപ്പോ ഈ നന്മ കൽപ്പിക്കുക, ഇൽമ പ്രചരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഖബറിലേക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ ഈ ദുആത്തുകൾ, ദാഇമാർ 2 തരമാണ്. ഒന്ന് ഹുദയിലേക്ക്, നേരായ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവർ. 2 വലാലത്തിലേക്ക്, വഴികേടിലേക്ക് ക്ഷണിക്കുന്നവർ. അത് വഴികേടിലേക്ക് ക്ഷണിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ കവാടത്തിൽ നിന്ന് നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്നവർ എന്നാൽ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. അപ്പൊ ഈ 2 കൂട്ടർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിന് ശേഷം അഭിപ്രായ വ്യത്യാസങ്ങളുടെയും ഭിന്നിപ്പിന്റെയും കാലങ്ങൾ തുടങ്ങിയത് മുതൽ ഈ 2 കൂട്ടരും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നാം ചെയ്യേണ്ടത് ഹിദായത്തിന്റെ ദാഇമാരാവുക എന്നുള്ളതാണ്. ഹിദായത്തിലാക്കപ്പെട്ട, ഹിദായത്തിന്റെ ദാഇമാരായിട്ട് നമ്മൾ മാറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്നൊരു ദുആയിൽ നമുക്ക് കാണാം, വജഅൽനാ ഹുദാതൻ മുഹ്തദീൻ, ഞങ്ങളെ ഹിദായത്തിലായ പിന്നെ ആ ആളുകളായിട്ട് ഞങ്ങളെ നീ മാറ്റണേ എന്ന് ദുആ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദുആയിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ഹദീസ് 96ാമത്തെ ഹദീസ് കിതാബിൽ, വലഹു അൻ അബി മസ്ഊദ് അൽ-അൻസാരി റളിയല്ലാഹു അൻഹു ഖാല, അബൂ മസ്ഊദ് അൽ-അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരു വ്യക്തി വന്നു. ഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്നഹു ഉബ്ദിഅ ബി ഫഹ്മിൽനി, എനിക്ക് യാത്ര ചെയ്യാനുള്ള എൻ്റെ യാത്രാ മൃഗം
അതൊന്നെങ്കിൽ ദുർബലമായി, അതല്ലെങ്കിൽ ഇല്ല, നഷ്ടപ്പെട്ടു. ആ നിലക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം റസൂലുള്ളാഹി ഒന്നെങ്കിൽ നിങ്ങളുടെ ഒപ്പം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൗകര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഇൻദി, എന്റെ അടുക്കലില്ല, എന്റെ അടുക്കൽ വാഹനം ഒന്നുമില്ല. ഫഖാല റജുലുൻ, ഇത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അന അദുല്ലുഹു അലാ മൻ യഹ്മിലുഹു, ഞാൻ ഒരാളെ അറിയിക്കട്ടെ, അവനൊരു വാഹനം കൊടുക്കാനോ അല്ലെങ്കിൽ അവനെ യാത്രയിൽ ഒപ്പം കൂട്ടാനോ പറ്റിയ ഒരാളെ പറ്റിയിട്ട് ഞാൻ അറിയിക്കട്ടെ എന്ന് ആ വ്യക്തി റസൂലുള്ളാഹിയോട് ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. മൻ ദല്ല അലാ ഖൈരിൻ, ആരാണോ ഒരു നന്മ അറിയിക്കുന്നത്, ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, അത് പ്രവർത്തിച്ചവന്റെ പോലെയുള്ള പ്രതിഫലം അവനും ലഭിക്കും. ഇവിടെ ഒരാൾക്ക് യാത്ര ചെയ്യാൻ വാഹനമായിട്ട് ഒട്ടകമോ മൃഗമോ ഇല്ല, അത് നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ അയാൾക്ക് ഒരു ഉപകാരം ചെയ്യുന്ന മറ്റൊരാളെ കുറിച്ച് അറിയിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് റസൂൽ എന്ത് പറഞ്ഞത്? ഒരു നന്മ അറിയിച്ചവന് ആ നന്മ ചെയ്യുന്നവന്റെ അതേ പ്രതിഫലമാണ് എന്നുള്ളത് ദുനിയവിയായിട്ടുള്ള വിഷയമാണ്. അപ്പൊ സഹോദരങ്ങളെ, ദീനിയായിട്ടുള്ള നന്മകൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ടും അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനും അതിനുവേണ്ടി നാം പരിശ്രമിക്കുകയും ചെയ്താൽ ആ കർമ്മം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ആ നന്മകൾ ഉൾക്കൊള്ളുന്ന ആളുകൾ അവരുടെ പ്രതിഫലങ്ങൾ നമുക്കും ലഭിക്കുന്ന ഒരവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? പരസ്പരം സഹായം ചെയ്യുക, പരസ്പരം പുണ്യം ചെയ്യുക, പരസ്പരം തഖ്വ കൊണ്ട് നസീഹത്ത് ഉള്ളവരാവുക, അതുപോലെ തന്നെ നന്മകൾ അറിയിക്കുന്നതിൽ ധൃതി കാണിക്കുക. നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും ഒരു കഷ്ടപ്പാടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അയാളെ സഹായിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ കൂടി ആ സഹായം ചെയ്യാൻ കഴിയുന്ന ആളുകളെ നമുക്കറിയാമെങ്കിൽ അതിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു നന്മ അയാൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ, ഈ ഹദീസ് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദുനിയാവിന്റെ വിഷയമാണെങ്കിൽ പോലും, ദുനിയവിയായിട്ടുള്ള വിഷയമാണെങ്കിലും ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ നന്മ ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ അത് അറിയിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ നന്മ ചെയ്യുന്നതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നുണ്ട്, അതായത് നല്ല കാര്യങ്ങൾക്ക്. അപ്പൊ ദീനിന്റെ വിഷയത്തിൽ അതിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ആശയപരമായിട്ടും അല്ലാത്ത നിലക്കും ഇതിന്റെ ഈ അർത്ഥം അഥവാ ഈ നന്മ പ്രചരിപ്പിക്കുന്ന വഴി നമുക്ക് കിട്ടുന്ന ഈ പ്രതിഫലത്തെ കുറിച്ച് നാം മനസ്സിലാക്കണം. അതാണ് നേരത്തെ പറഞ്ഞ അതേ ഹദീസിന്റെ ആശയം തന്നെയാണ് ഈ ഹദീസിലും വന്നിട്ടുള്ളത്. അടുത്ത റിവായത്ത് ഈ കിതാബിലെ 97-ാമത്തെ ഹദീസാണ്. وعن عمرو بن عوف رضي الله عنه, عمرو بن عوف رضي الله عنه ഉദ്ധരിക്കുന്നു, مرفوعا من أحيا سنة من سنتي قد أميتت بعدي. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, من أحيا سنة من سنتي, ആരാണോ എന്റെ സുന്നത്തിൽപ്പെട്ട ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുന്നത്, قد أميتت بعدي, എന്റെ മരണത്തിന് ശേഷം ആളുകൾ അത് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്, ആളുകൾ അത് നിർത്തിയിട്ടുണ്ട്, അങ്ങനെയുള്ള സുന്നത്തുകൾ. فإن له من الأجر مثل أجر من عمل بها من الناس, ആ ജീവിപ്പിക്കാൻ കൊണ്ട് ഉദ്ദേശം ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്തവന് അത് ചെയ്തവരുടെ എല്ലാം പ്രതിഫലം അവനും ലഭിക്കുന്നതാണ്. لا ينقص من أجور الناس شيئا, ആ ജനങ്ങളുടെ പ്രതിഫലത്തിൽ ഒരു കുറവും സംഭവിക്കുകയില്ലതാനും. ومن ابتدع بدعة لا يرضاها الله ورسوله, അള്ളാഹുവും റസൂലും തൃപ്തിപ്പെടാത്ത ഒരു ബിദ്അത്ത് ആരാണോ പുതുതായി ഉണ്ടാക്കുന്നത്, فإن عليه مثل إثم من عمل بها من الناس, അവന് ആ ബിദ്അത്ത് കൊണ്ട് ആളുകൾ ചെയ്യുന്ന, ഇന്നിപ്പോ ഓരോ ദിവസവും ഓരോ ബിദ്അത്തുകളാണ്, ഓരോ ദിവസം ഓരോ സലാത്ത്, ഓരോ മൗലൂദ്, അല്ലെങ്കിൽ ഓരോ പുതിയ അദ്കാറുകൾ, ഓരോ പേരിട്ടിട്ട് അദ്കാറു സ്വബാഹ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മസാ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞ് ഓരോ മൗലവിമാര് അവർക്ക് ഒരു ചാനൽ, യൂട്യൂബ് ചാനൽ തുടങ്ങുക. എന്നിട്ട് അവർക്ക് തോന്നുന്ന ഒരു ദിക്കറ് കുറച്ച് അറബി വാക്കുകളൊക്കെ കൂട്ടി ചേർത്തിട്ട് ഓരോ ദിക്കർ ഉണ്ടാക്കും. എന്നിട്ട് ഇത് ചെല്ലിയ എത്ര പ്രതിഫലം എന്ന് ഓരെന്നെ പറയും. എന്നിട്ട് അത് കേൾക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇത് ചെയ്താൽ ഇന്നത് കിട്ടും, ഇത് ചെയ്താൽ ഇന്നത് നടക്കും. അവരത് പറഞ്ഞുകൊണ്ട് ഇതൊരെണ്ണം നിശ്ചയിച്ചിട്ട് ഇതിരുന്ന് അവര് പറയുക. ഇത് ലോകത്തുള്ള പല ആളുകൾ അവർ ഇന്നത്തെ സൗകര്യം ഉപയോഗിച്ച് ലൈവായിട്ട് അത് കാണുക, പിന്നെ അതിൽ സംഭാവനകൾ പണം നൽകുക, എന്നിട്ട് അത് ദീനായി കൊണ്ട് നടക്കുക, എന്നിട്ട് അതിലൂടെ തന്റെ ജീവിതത്തിന്റെ ദുനിയാവിന്റെ ലക്ഷ്യങ്ങൾ നടക്കുമെന്ന് പ്രതിഫലം വെച്ച് കിടക്കുന്ന അവസ്ഥ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരാണോ
ഒരു ബിദ്അത്ത് അള്ളാഹും റസൂലും തൃപ്തിപ്പെടാത്ത ഒരു ബിദ്അത്ത് പുതുതായി ഉണ്ടാക്കുന്നത് ഫഇന്ന അലൈഹി മിസ്ലു ഇസ്മി മൻ അമില ബിഹാ മിനൻ നാസ്, ഈ ജനങ്ങളെല്ലാം ചെയ്തതിന്റെ ആയിരക്കണക്കിന് ആളുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു ബിദ്അത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ പാപത്തിന്റെ ഭാഗം അവനുമുണ്ടാകും. ലാ യൻഖുസു മിൻ ആസാമിൻ നാസ് ഷൈഅ, ജനങ്ങളുടെ പാപത്തിൽ ഒരു കുറവും വരികയില്ല. റവാഹു തിർമിദി വഹസ്സനഹു ഇബ്നു മാജ വഹാദാ ലഫ്ദുഹു. തിർമിദി ഇബ്നു മാജ പോലെയുള്ളവർ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ ചില ലഫ്ള് വ്യത്യാസങ്ങൾ ഈ രണ്ട് കിതാബുകളും തമ്മിൽ ഉണ്ട്, അർത്ഥം ഒന്ന് തന്നെയാണ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിൽ തന്നെ കഴിഞ്ഞ രണ്ട് ഹദീസുകൾ സൂചിപ്പിച്ച അതേ വിഷയം തന്നെയാണ് ഇത്. നന്മ പ്രചരിപ്പിക്കുന്ന, ദഅവത്ത് നടത്തുന്ന, നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് അത് ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലവും ലഭിക്കും എന്നുള്ളത് പറയുന്ന അതേ ആശയത്തിൽ വരുന്ന ഒരു കാര്യമാണ്. അതിൽ പ്രത്യേകിച്ച് പറഞ്ഞത് മൻ അഹ്യാ സുന്നതൻ മിൻ സുന്നതി ഖദ് ഉമീതത് ബഅദി, എന്റെ കാലശേഷം ആളുകൾ വിട്ടുപോയ, ആളുകൾ ചെയ്യാൻ ഒഴിവാക്കിപ്പോയ സുന്നത്തുകൾ അതാരാണോ ആളുകളെ പഠിപ്പിക്കുന്നത്, അങ്ങനെ പഠിപ്പിക്കപ്പെടുകയും ആളുകൾ അത് ചെയ്യുകയും ചെയ്താൽ ഈ പഠിപ്പിച്ചവന്, ആ ജീവിപ്പിച്ചവന് അവരിൽ നിന്ന് അവർ ചെയ്യുന്നതിന്റെ എല്ലാം പ്രതിഫലം അവർക്കും ലഭിക്കും. അപ്പൊ ഇതിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കുറിച്ച് കൂടുതൽ അറിയണം, അതിന് ഹദീസുകൾ പഠിക്കണം, ഹദീസുകളിൽ വന്നിട്ടുള്ള റിവായത്തുകളുടെ സിഹത്തും ദുഅഫും മനസ്സിലാക്കാൻ പഠിക്കണം. എന്നിട്ട് റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ എന്തായിരുന്നു, റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ എന്തൊക്കെയാണ് പ്രതിഫലം നൽകപ്പെടുന്നത്, അല്ലെ ജിബില്ലി ആയിട്ടുള്ള റസൂലുള്ളാഹിന്റെ പ്രകൃതിയായുള്ള ഫിത്രത്തിയായിട്ടുള്ള സുന്നത്തുകൾ എന്താണ്, അങ്ങനെ റസൂലുള്ളാഹിന്റെ ബാക്കിയുള്ള സുന്നത്തുകൾ ഓരോ മേഖലയിലും എന്താണ് റസൂലുള്ളാഹിന്റെ സുന്നത്ത് എന്ന് പഠിച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ സാധിക്കും, അത് ആളുകളെ പഠിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും. അതുപോലെ തന്നെയാണ് ബിദ്അത്തിന്റെ കാര്യവും. ആരാണോ ബിദ്അത്തുകൾ പുതുതായി ഉണ്ടാക്കുന്നത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കാലത്ത് ഒരുപാട് ആളുകൾ അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി, അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ദീനിൽ മുൻഗാമികൾക്ക്, സഹാബാക്കൾക്കോ ഉത്തമരായ സലഫുകൾക്കോ ഒരു പരിചയവുമില്ലാത്ത ദിക്റുകളും സ്വലാത്തുകളും മൗലൂദുകളും കുതുബിയത്തുകളും അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം പുതുതായി ഉണ്ടാക്കി കൊണ്ടുവന്ന് അത് ദീനാണെന്ന് പഠിപ്പിക്കുന്ന അവസ്ഥ. നഊദു ബില്ലാഹ്. അവരോട് നമുക്ക് പറയാനുള്ളത്, ഇവരുടെ കാലശേഷവും ഇത് നിലനിന്ന് പോയാൽ ഇവരുടെ ഖബറിലേക്ക് എത്തുന്ന പാപത്തിന്റെ ഭാരം, അല്ലെങ്കിൽ നാളെ പരലോകത്ത് ഇവർ ഏൽക്കേണ്ടി വരുന്ന ഭാരം, ഈ ആളുകൾ ചെയ്ത പാപത്തിന്റെ എല്ലാം ഭാരം അവർ വഹിക്കേണ്ടി വരുമെന്നുള്ളതാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു തആല നമ്മളെ ബിദ്അത്തുകളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നത്തുകളെ ജീവിപ്പിക്കുക, അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അടുത്ത റിവായത്ത്, അടുത്ത ഹദീസ്, വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഖൗലാണ്. ഖാല കൈഫ അൻതും ഇദാ ലബിസത്കും ഫിത്നതുൻ യർബു ഫീഹാ الصغير വയഹ്റമു ഫീഹാ الكبير. കൈഫ അൻതും, എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഇദാ ലബിസത്കും ഫിത്നതുൻ, ഫിത്ന കൊണ്ട് നിങ്ങൾ മൂടപ്പെട്ടാൽ, യർബു ഫീഹാ الصغير, കുട്ടികൾ അതിലാണ് വളരുന്നത്, വയഹ്റമു ഫീഹാ الكبير, പ്രായമുള്ളവർ വാർദ്ധക്യം സംഭവിക്കുന്നത് അതിലാണ്. അഥവാ ഫിത്നകൾക്ക് നടുവിലാണ് കുട്ടികൾ വളരുന്നതും പ്രായമുള്ളവർ വാർദ്ധക്യത്തുന്നതും. അതായത് നിലനിൽക്കുന്ന, ഒരുപാട് കാലം നിലനിൽക്കുന്ന ഫിത്നകളുടെ കാലത്ത് അത് മൂടുന്ന അവസ്ഥയിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? വതുത്തഖിദു സുന്നതൻ യജ്രിന്നാസു അലൈഹാ, ജനങ്ങൾ ഇങ്ങനെ കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളെ ആളുകൾ സുന്നത്തായിട്ട് എടുക്കും. ഇതാണ് സുന്നത്തി എന്നവർ മനസ്സിലാക്കും. ഫൈദാ ഗുയ്യിറ മിൻഹാ ഷൈഉൻ, അതിൽ നിന്ന് ആരെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് സുന്നത്തല്ല, അല്ലെങ്കിൽ അത് ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഖീല, ആളുകൾ പറയും തുരിക്കത്ത് സുന്ന, അവൻ സുന്നത്ത് ഒഴിവാക്കി, അവൻ സുന്നത്ത് ഒഴിവാക്കി എന്ന് പറയും. ഖീല മതാ ദാലിക യാ അബാ അബ്ദുറഹ്മാൻ, എപ്പോഴാണ് അങ്ങനെ ഉണ്ടാവുക എന്ന് ചോദിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ചോദിച്ചു, എപ്പോഴാണ് സംഭവിക്കുക, ഈ ഒരു അവസ്ഥ സംഭവിക്കുക? ഖാല, അപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ കസുറ ഖുറാഉകും, നിങ്ങളിലുള്ള ഖുർആൻ പാരായണക്കാര് വർദ്ധിക്കുമ്പോൾ, വഖല്ല ഫുഖഹാഉകും, ഫഖീഹുകൾ കുറയുമ്പോൾ, വകസുറത് അംവാലുക്കും, സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, വഖല്ല ഉമനാഉക്കും, വിശ്വസ്തർ കുറയുമ്പോൾ, വൽതുമിസത്തി ദുനിയ ബിഅമലിൽ ആഖിറ, പരലോകത്തേക്കുള്ള കർമ്മങ്ങൾ കൊണ്ട് ദുനിയാവ് തേടുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ, വതുഫഖിഹ ലിഗൈരി ദീൻ, ദീനിന് വേണ്ടി അല്ലാതെ ഫിഖ് നേടുന്ന, ഇൽമ് നേടുന്ന ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ. റവാഹു ദാരിമി. വളരെ മഹത്തരമായിട്ടുള്ളൊരു അസറാണിത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ
ഫിത്നകളുടെ കാലത്ത് എടുക്കേണ്ട നിലപാടുകളിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അപകടത്തിൽ വളരെ ശ്രേഷ്ഠതയുള്ള ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു അസറാണിത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശ്രേഷ്ഠനായ സ്വഹാബിയാണ്. ധാരാളം ഫിഖ്ഹുള്ള ഇൽമ് ഉണ്ടായിരുന്ന സ്വഹാബിയാണ്. ഒരുപാട് അസറുകൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹിയുടെ കിതാബുൽ ഫവായിദിലെല്ലാം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിട്ടുള്ള അസറുകൾ മാത്രമായിട്ട് ഒരു ബാബ് തന്നെയുണ്ട്. അപ്പൊ ഒരുപാട് അസറുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, കൈഫ അൻതും, എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഉദ്ദേശം കൈഫ യകൂന ഹാലുക്കും, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഏത് സമയത്ത്? ഇദാ ലബിസത്കും ഫിത്നതുൻ, ഫിത്ന കൊണ്ട് നിങ്ങൾ മൂടുന്ന അവസ്ഥ, ഫിത്ന കൊണ്ട് നിങ്ങൾ മൂടുന്ന അവസ്ഥ. യർബു അലൈഹ സഗീർ, അതുപോലെ തന്നെ വയഹ്റമു അലൈഹൽ കബീർ, കുട്ടികൾ വളരുന്നത് ആ ഫിത്നയിലാണ്. വാർദ്ധക്യം ബാധിക്കുന്ന ആളുകൾ വൃദ്ധന്മാരാകുന്നത് ആ ഫിത്നയിലാണ്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? അവര് വളരുമ്പോഴും അവര് ജീവിക്കുമ്പോഴും എല്ലാം അവർ കാണുന്നത് ഓരോ കാര്യങ്ങളായിരിക്കും, ഒരുപാട് ഫിത്നകളുടെ നടുവിലായിരിക്കും. എന്നിട്ട് പറയാണ് ജനങ്ങൾ കാലങ്ങളായി ചെയ്തു പോരുന്ന കാര്യങ്ങളെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിട്ട് പരിഗണിക്കും. ഒരു കാര്യം സുന്നത്താവണമെങ്കിൽ എന്ത് വേണം? സ്വഹീഹായ ഹദീസുകളിൽ വന്നതാകണം. അത് എങ്ങനെ ചെയ്യണമെന്ന് സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. അല്ലാതെ 100, 200, 300, 400, 500 അല്ലെങ്കിൽ 600, 1000 വർഷമാവട്ടെ, 1000-ഓളം വർഷങ്ങളായിട്ട് ഒരു കൂട്ടർ ചെയ്തു അല്ലെങ്കിൽ ഒരു നാട്ടുകാർ ചെയ്തു എന്നുള്ളതല്ല അത് സുന്നത്താണെന്ന് പറയാനുള്ള തെളിവ്. സുന്നത്താണെന്ന് പറയാൻ ഇത്ര വർഷമായിട്ട് ഞങ്ങളുടെ വല്യപ്പാരും ഞങ്ങളുടെ കാരണവന്മാരും ഒക്കെ ഇത് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതല്ല സുന്നത്തിനുള്ള തെളിവ്. ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, കാലങ്ങളായിട്ട് ജനങ്ങളിൽ ചെയ്തു വരുന്ന കാര്യങ്ങൾ അവർ സുന്നത്തായി പരിഗണിക്കും. ഫൈദാ ഖുയ്യിറ മിൻഹാ ഷൈഉൻ, അതിൽ നിന്ന് എന്തെങ്കിലും ഒഴിവാക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ആളുകൾ പറയും തുരിക്കത് സുന്ന, അവനതാ സുന്നത്ത് ഒഴിവാക്കിയിരിക്കുന്നു, അവനതാ സുന്നത്ത് ഒഴിവാക്കിയിരിക്കുന്നു, അവൻ മുബ്തദിഅാണ്, അവന് ബിദ്അത്ത് ഉണ്ടാക്കിയവനാണ്, അവൻ ദീനിൽ നിന്ന് പുറത്തുപോയവനാണ്, അവൻ പുത്തൻവാദക്കാരനാണ്. അങ്ങനെയുള്ള വാക്കുകൾ ആളുകൾ പറയും. അതായത് ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന ബിദ്അത്തായ കാര്യങ്ങളായിരിക്കും. അതന്നെ ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, അത് ബിദ്അത്താണ് എന്നുള്ള നിലക്ക് അത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ പറയുക അവൻ സുന്നത്ത് ഒഴിവാക്കി. കാരണം ആളുകൾ അത്രത്തോളം അത് സുന്നത്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. എന്നിട്ട് പറയാണ്, എന്നിട്ട് അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാര് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മതാ ദാലിക യാ അബാ അബ്ദുറഹ്മാൻ, എപ്പോഴാണ് ഇത് സംഭവിക്കുക? അബാ അബ്ദുറഹ്മാൻ എന്നുള്ളത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കുഞ്ഞറ്റാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഴുവൻ പേര് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഇബ്നു ഗാഫിൽ അൽ-ഹുദ്ലി എന്നാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കുഞ്ഞറ്റാണ് അബു അബ്ദുറഹ്മാൻ എന്നുള്ളത്. അപ്പൊ അങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ്. ഇവിടെ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തെമ്പാടും ധാരാളമായി കാണുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും ഉത്തമരായ 3 സമുദായങ്ങൾക്കും ശേഷമായിട്ട് ആളുകൾ പടച്ചുണ്ടാക്കിയ കാര്യങ്ങൾ അത് ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അത് സുന്നത്താണ്, അത് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു നോമ്പാവാം, നിസ്കാരമാകാം, അല്ലെങ്കിൽ നബിദിനമാകാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങളാവാം. അത് ഒഴിവാക്കിയാൽ എന്ത് പറയും? അവന് സുന്നത്തിനോട് താല്പര്യമില്ല, അവൻ ബിദ്അത്തുകാരനാണ്, അവൻ സുന്നത്ത് ഒഴിവാക്കിയവനാണ്. ഇബ്നു മസ്ഊദ് അന്ന് പറയണമെങ്കിൽ അവരെ ഫിഖ് എത്രത്തോളം വലുതായിരിക്കും. അപ്പൊ ഇത് ഉണ്ടാവാനുള്ള കാരണം ചോദിച്ചപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നാമത്തേത് പറഞ്ഞു, ഇദാ കസുറ ഖുറാഉകും, നിങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ അതുപോലെ ധാരാളമായി വഅളുകൾ നടത്തുന്ന അല്ലെങ്കിൽ ദീനിനെ പറ്റി സംസാരിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരും. അവർ ധാരാളം വർദ്ധിക്കുന്നുണ്ടാവും. വഖല്ല ഫുഖഹാഉകും, എന്നാൽ അതിൽ നിന്നുള്ള ഫിഖ് മനസ്സിലാക്കുന്നവർ കുറവായിരിക്കും. ദീനിനെ പറ്റി സംസാരിക്കാനും ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്യാനും ഖുർആൻ ഓതാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രഭാഷണങ്ങൾ നടത്താനും നീട്ടിവലിച്ച് ഒരുപാട് നേരത്തെ വഅളുകൾ നടത്താനുമുള്ള ആളുകൾ ഉണ്ടാകും. പക്ഷേ ദീനിൽ ഫിഖ് ഇല്ലാത്ത ഒരായത്തിനെയോ ഹദീസിനെയോ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാൻ സാധിക്കാത്ത, ഫിഖ് എന്ന് പറഞ്ഞ ഫഹ്മാണ്, ദീനിനെ കുറിച്ചുള്ള ഫഹ്മാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹു ഫിദ്ദീൻ, ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിക്കുന്നവന് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഫിഖ് നൽകും. അതുപോലെ മറ്റൊരു ആയത്തിൽ കാണാം, ഇൽമു നേടാനുള്ള തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ആയത്ത് സൂറത്ത് തൗബയിലെ
122 ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ. എല്ലാവരും കൂടി ജിഹാദിന് പോവുകയല്ല, കുറച്ചു പേർ അവിടെ ദീന് പഠിക്കാൻ വേണ്ടി അവിടെ ഉണ്ടാകണം. അവിടെ ലിയതഫഖഹു എന്നാണ് പറഞ്ഞത്, ലിയഹ്ഫദു എന്നോ ലിയഖറഉ എന്നോ അല്ല, പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോ ഹിഫ്ള് നേടാൻ വേണ്ടിയിട്ടോ എന്നല്ല. നമ്മൾ ഹിഫ്ള് നേടുക എന്നുള്ളത് അത് ഗായത്തല്ല, അത് ലക്ഷ്യമല്ല. ലക്ഷ്യം എന്താണ്? ഫിഖ്ഹ് നേടലാണ്, അതിൽ നിന്നുള്ള ദീനിന്റെ ഇൽമ് നേടലാണ്. അതിനുള്ള ഒരു മാർഗമാണ് ഹിഫ്ളും ഖുർആൻ പാരായണവുമെല്ലാം. പക്ഷേ ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഫിഖ്ഹ് ഉള്ള ഉലമാക്കൾ കുറയും, പണ്ഡിതന്മാർ കുറയും, ഉൾക്കാഴ്ചയുള്ളവർ കുറയും. അതേ സമയത്ത് വെറുതെ ഖുർആൻ പാരായണം ചെയ്യുന്ന, കിതാബുകൾ വായിക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വെറുതെ വാചാലരാവുന്ന ആളുകൾ ധാരാളമായി വർദ്ധിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം. ഇന്നല്ലാഹ ലാ യഖ്ബലുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ അടിമകളിൽ നിന്ന് ഒറ്റയടിക്ക് പിടിക്കുകയല്ല ചെയ്യുക. വലാകിൻ യഖ്ബലുൽ ഇൽമു ബിഖബ്ലിൽ ഉലമാ. എങ്ങനെയാണ് ഇൽമിനെ എടുക്കുക? ഉലമാക്കളെ എടുക്കുന്ന, അഥവാ ഉലമാക്കളുടെ മരണത്തിലൂടെയാണ് ഇൽമിനെ എടുക്കുക. ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ, ഒരു ആലിമും ഇല്ലാത്തൊരവസ്ഥയുണ്ടാകും. ഇത്തഖദന്നാസു റൂസൻ ജുഹാല, അങ്ങനെ ജാഹിലീങ്ങളെ നേതാക്കളായിട്ട് ആളുകൾ കൊണ്ടു നടക്കും. ഫസുഇലു ഫഅഫ്തു ബിഗൈരി ഇൽമിൻ ഫളല്ലു വഅദല്ലു. അവരോട് ചോദിക്കപ്പെടും, അവരൊരു ഇൽമുമില്ലാതെ ഫത്വ നൽകും, അവർ പഴക്കും, അവർ മറ്റുള്ളവരെ പഴപ്പിക്കുകയും ചെയ്യും. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ വളരെയധികം രക്ഷ തേടേണ്ട കാര്യമാണ്. നമ്മൾ അല്ലാഹുവിന്റെ ദീന് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഇന്ന് എത്രയോ ആളുകൾ ജനങ്ങളെ പിഴപ്പിക്കുന്ന പ്രബോധകന്മാരായിട്ടും പണ്ഡിതന്മാരായിട്ടും ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇവിടെ യഥാർത്ഥ മനഹജിൽ നിന്നുകൊണ്ട് ഖുർആനിന്റെയും ഹദീസിനെയും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്ന, പഠിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണം. നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന, പഠിക്കാൻ എന്ത് ത്യാഗവും സഹിക്കുന്ന ഒരു നിയ്യത്ത് നമുക്ക് ഉണ്ടാവണം. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ സഹായിക്കലാണ്, അള്ളാഹുവിനെ സഹായിക്കലാണ്. ആ സഹായം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിരിച്ചു നൽകും. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നാം എന്തെങ്കിലും പരിശ്രമിച്ചാൽ അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകരം നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ വെറുതെ പാരായണം ചെയ്യുന്ന ആളുകളായിട്ട് മാറുകയല്ല നമുക്ക് വേണ്ടത്, ദീനിൽ ഫിഖ്ഹ് ഉള്ളവരാവുകയാണ്. അതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലാണ് അബ്ദുറഹ്മാൻ എന്നുള്ള ഒരു വ്യക്തിയെ കൂഫയിലേക്ക് അവിടെയുള്ള ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നത്. അവിടെയുള്ള ഗവർണറിനോട് പറഞ്ഞു, ഇവൻ നല്ല ഖുർആനിൽ പാരായണം ചെയ്യുന്നവനാണ്, ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യുന്നവനാണ്, അപ്പൊ ആളുകൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഇവനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് അബ്ദുറഹ്മാൻ എന്നുള്ള വ്യക്തിയെ പറഞ്ഞയച്ചു. പിന്നീട് നിങ്ങൾക്ക് അറിയുമോ, അലി റളിയല്ലാഹു അൻഹുവിനെ വെട്ടിക്കൊല്ലുന്ന ഖവാരിജായിട്ടാണ് ആ വ്യക്തി തിരിച്ചു വരുന്നത്. അബ്ദുറഹ്മാൻ ബിൻ മുൽജിം, അലി റളിയല്ലാഹു വധിക്കുന്നത് ആ വ്യക്തിയാണ്. നഊദു ബില്ലാഹ്. ഖുർആൻ പാരായണമില്ലാത്തതോ ഹിഫ്ളില്ലാത്തതോ അല്ല അവിടെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. അവിടെ എന്താണ് സംഭവിച്ചത്? ഖുർആനിൽ ഫിഖ്ഹ് ഉണ്ടായില്ല. ഖുർആനിന്റെ ആയത്തുകളെ മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനോ സാധിച്ചില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, റുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ലൈസ ബിഫഖീഹ്. എത്രയോ ആളുകളുണ്ട് ഫിഖ്ഹുമായി കൊണ്ടു നടക്കുന്നവർ, എന്നാൽ ഫിഖ്ഹ് ഇല്ലാത്ത ആളുകൾ. മറ്റൊരു ഹദീസിൽ കാണാം, റുബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഇൻ. എത്രയോ എത്തിച്ചു കൊടുക്കുന്ന ആൾ, അഥവാ നേരിട്ട് കേൾക്കുന്ന ആളേക്കാൾ അതിൽ നിന്ന് മറ്റൊരാൾ കേൾക്കുമ്പോൾ അയാളാണ് കൂടുതൽ അറിവ് നേടുന്നത്. ഒന്നാമത് ഫിഖ്ഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ നാം എത്ര സൂക്ഷിക്കുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആയത്തുകളെയും ഹദീസുകളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അള്ളാഹുവിനോട് എത്ര സിദ്ഖുണ്ടോ, എത്ര തഖ്വയുണ്ടോ, അതിനനുസരിച്ച് നമ്മുടെ ഫിഖ്ഹും ഫഹ്മും അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരും. നമ്മുടെ ഉള്ളിൽ കദിബും കപടതയും നിഫാഖും അള്ളാഹു അല്ലാതെ മറ്റെന്തെങ്കിലുമാണ് ലക്ഷ്യമെങ്കിൽ ദീനിൽ നിന്ന് യഥാർത്ഥ ഇൽമ നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു അപകടം പറയുന്നത്, ഖുറാവുകൾ വർദ്ധിക്കും. ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യുന്നവർ, ഖുർആൻ മനോഹരമായി ഖുർആനെ പറ്റി സംസാരിക്കുന്നവർ, അതുപോലെ തന്നെ മനോഹരമായി വഅദ് നടത്തുന്നവർ, അവർ വർദ്ധിക്കും. എന്നാൽ ഫഖീഹുകൾ കുറയുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ മനഹജിലുള്ള ഉറച്ചു നിൽക്കുന്ന ഉലമാക്കളിൽ നിന്നാണ് നാം ഇൽമു നേടേണ്ടത്. എന്നിട്ട് പറഞ്ഞു, വകസുറത് അംവാലുക്കും വഖല്ല
ഉമനാഉക്കും, സമ്പത്ത് വർദ്ധിക്കും. ജനങ്ങൾക്കിടയിൽ സമ്പത്ത് വർദ്ധിക്കുകയും വിശ്വസ്തത നഷ്ടപ്പെടുകയും ചെയ്യും. സമ്പത്ത് എന്നുള്ളത് മനുഷ്യന് ആവശ്യമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഒരുത്തന്റെ പരിധി വിട്ട് അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുത്തിന് സംഭവിക്കുന്നത് ദീനിൽ വലിയ പിഴവായിരിക്കും, വലിയ അപകടമായിരിക്കും. അങ്ങനെ ദീനിന്റെ ആളുകൾക്ക് സമ്പത്ത് വർദ്ധിച്ചുകൊണ്ട് വിശ്വസ്തത നടത്തപ്പെടുന്ന ഒരവസ്ഥയുണ്ടായാൽ അവരിൽ ചതിയും വഞ്ചനയും കളവും ഇടപാടുകളിൽ ഒരുപാട് ഇതുപോലെയുള്ള അബദ്ധങ്ങളും സംഭവിക്കും. അവര് ദീനെ നശിപ്പിക്കുന്ന അവസ്ഥ വരും. എന്നിട്ട് പറഞ്ഞു അവര് പരലോകത്തേക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ ദുനിയാവ് നേടാൻ വേണ്ടി ചെയ്യും. അവര് ദീന് നേടുന്നത് ദുനിയാവ് നേടാൻ വേണ്ടായിരിക്കും. എത്രയോ ആളുകൾ, പിന്നെ വിദ്യാർത്ഥികൾ ദീനിന്റെ വിഷയങ്ങൾ പഠിക്കുന്നത് ഒന്നെങ്കിൽ അവർക്ക് ദുനിയാവിൽ ഒരു ജോലി വേണം. ഇതെല്ലാം നേടണ്ട എന്നല്ല, പക്ഷെ അത് ലക്ഷ്യമാക്കിക്കൊണ്ട് ദീന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നല്ലൊരു സ്ഥാനം, അല്ലെങ്കിൽ മുൻകാലക്കാലത്താണെങ്കിൽ ഒരു നാട്ടിലെ ഖാളിയാവുക, അല്ലെങ്കിൽ നാട്ടിലെ നല്ലൊരു സ്ത്രീയെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ലൊരു ജോലി നേടുക, അല്ലെങ്കിൽ ഒരു മസ്ജിദിലെ ഇമാമായി നിന്ന് വലിയ ശമ്പളം നേടുന്ന ജോലിയായിട്ട് അങ്ങനെ മുൻകാലത്ത് വലിയ സ്ഥാനം നൽകിയിരുന്നു. ഇന്നും അറേബ്യൻ നാടുകളെല്ലാം വലിയ സ്ഥാനം തന്നെ. ആ ഒരു നിയ്യത്തിൽ ഇൽമു നേടുന്ന ആളുകൾ, ആ ഒരു നിയ്യത്തിൽ ഉദ്ദേശിക്കുന്ന ആൾക്ക് അവർക്ക് ദുനിയാവ് ലഭിച്ചേക്കും. അല്ലാഹു തആല പറഞ്ഞത് മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹാ നുവഫി ഇലൈഹിം അഅമാലഹും. ദുനിയാവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ കർമ്മങ്ങൾക്ക് അതിനനുസരിച്ചുള്ളത് അല്ലാഹു കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ദുനിയാവ് നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിലയുമില്ല. അള്ളാഹു തആല പറഞ്ഞതാണ്, അവർക്ക് കുഫാറുകൾക്ക് നാം സ്വർണത്തിന്റെ മേൽക്കൂര, വെള്ളിയുടെ വാതിലുകൾ, അതുപോലെ അവർക്ക് എല്ലാവിധ അലങ്കാരങ്ങളും അള്ളാഹു നൽകും. അള്ളാഹുവിന് അതൊരു വിഷയമുള്ള കാര്യമല്ല ദുനിയാവിൽ അവർക്ക് എന്ത് ലഭിച്ചു എന്നുള്ളത്. പക്ഷെ പരലോകത്ത് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ ഇൽമ്, നമ്മുടെ ഖുർആൻ പാരായണം നല്ല രീതിയിൽ ആളുകൾ ആസ്വദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഇൽമ്, നമ്മുടെ സംസാരം ആളുകളെ ആകർഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആളുകളുടെ ഇടയ്ക്ക് ഒരു സ്ഥാനം നേടാൻ വേണ്ടി മറ്റെന്തെങ്കിലും കാര്യത്തിനായിരിക്കരുത് നമ്മൾ ഇൽമു നേടുന്നത്. അങ്ങനെ ഒരു കാലം വന്നാൽ ഫിത്നയിൽ മുഴുകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഈ വാക്ക് വളരെ മഹത്തരമായ ഒരു ഉപദേശമാണ്. നാം അതിനെക്കുറിച്ച് ചിന്തിക്കുക. അടുത്തൊരു അസർ, وعن زياد بن جدير رضي الله عنه قال لي عمر رضي الله عنه. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് സിയാദ് ഇബ്നു ജുദൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹൽ തഅരിഫു മാ യഹ്ദിമുൽ ഇസ്ലാം, എന്താണ് ഇസ്ലാമിനെ തകർത്ത് കളയുക എന്ന് നിനക്കറിയുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ, എനിക്കറിയില്ല. ഖാല, എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഹ്ദിമുഹു, ഇസ്ലാമിനെ നശിപ്പിക്കുന്നത് സല്ലത്തുൽ ആലിം, ആലിമിന്റെ അബദ്ധമാണ്. വജിദാലുൽ മുനാഫിഖ് ബിൽ കിതാബ്, കിതാബ് കൊണ്ട്, ഖുർആൻ കൊണ്ട് മുനാഫിഖ് നടത്തുന്ന തർക്കങ്ങളാണ്, അല്ലെങ്കിൽ സംസാരങ്ങളാണ്. വഹുക്മുൽ അഇമ്മത്തിൽ മുളില്ലീൻ, പിഴച്ച വഴിപിഴവിന്റെ ഇമാമുമാരുടെ വിധി കൽപ്പിക്കലുമാണ്. റവാഹു ദാരിമി അയ്ളൻ, ഇതും ഇമാം ദാരിമി ഉദ്ധരിച്ചിട്ടുള്ള ഒരു അസറാണ്. ഇവിടെ ഇസ്ലാമിനെ തകർക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. 3 കാര്യങ്ങളാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒന്നാമത്തേത് സല്ലത്തുൽ ആലിം, ഒരു ആലിമിന്റെ അബദ്ധം. ജനങ്ങൾ ആലിമായി പരിഗണിക്കുന്ന, അല്ലെങ്കിൽ ഇൽമു നേടിയിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ദീനി വിഷയങ്ങളിൽ ഒരു കാര്യം പറയുമ്പോൾ, ഒരു ഫത്വ പറയുമ്പോൾ അതിൽ അബദ്ധം സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഫത്വയിലൂടെ, അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഇൽമിലൂടെ അമല് ചെയ്യുന്ന ആളുകളെല്ലാം പിഴക്കുന്ന അവസ്ഥയിലായിരിക്കും. ഇന്ന കാലത്ത് അതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, സ്ത്രീകൾ രാജ്യം ഭരിക്കുന്ന നേതൃസ്ഥാനത്ത് എത്തുന്ന വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതന്മാർ എന്ന് അറിയപ്പെടുന്ന സ്ഥാനത്തുള്ളവർ, അവരുടെ എല്ലാം ഫത്വകളിൽ നമുക്ക് കാണാൻ സാധിക്കും അത് അന്ന് കാലത്തുള്ള തെറ്റാണ്, ഇന്ന് കാലത്ത് കുഴപ്പമില്ല. ഇപ്പൊ താടി വളർത്തുമായി ബന്ധപ്പെട്ട് അത് അന്ന് മജൂസികളോട് എതിരാവാൻ പറഞ്ഞതാണ്, ഇന്ന് അതൊരു സുന്നത്തല്ല. അതുപോലെ മറ്റു പല വിഷയങ്ങളിലും ഇതുപോലെയുള്ള ഫത്വകൾ നൽകുന്ന പണ്ഡിതന്മാരെ ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, വളരെയധികം ഭയപ്പാടോടുകൂടി, ഇൽമുണ്ടെങ്കിൽ കൂടി ഭയപ്പാടോടുകൂടി പറയേണ്ട കാര്യമാണ് ദീനിന്റെ വിഷയത്തിലുള്ള ഫത്വ. സ്വഹാബാക്കളെയും സലഫുകളെയും അസറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മദീനയിലെ മസ്ജിദിൽ ഒരാൾ ഒരു സംശയം ചോദിച്ചാൽ അവിടെ ഒരുപാട് സഹാബാക്കൾ ഉണ്ടെങ്കിൽ ഒരു സഹാബിനോട് ചോദിച്ചാൽ നിങ്ങൾ അവിടെ വേറൊരു സഹാബിനെ കാണിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചോളൂ എന്ന് പറയും. പറയാൻ പേടിയാണ്. ഒരു അബദ്ധം ശരിക്ക് പഠിക്കാതെ മനസ്സിലാക്കാതെ ഒരു കാര്യം അവർ പറയാറുണ്ടായിരുന്നില്ല. അവരറിയില്ല എന്ന് പറയാൻ അവർക്കൊരു മടിയുണ്ടായിരുന്നില്ല.
ലാ അദ്രി എന്നുള്ള നിസ്ഫുൽ ഇൽമാണ്, ഇൽമിന്റെ പകുതിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയും ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കൽ മദീനയിലേക്ക് 6 മാസത്തോളം യാത്ര ചെയ്ത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആൻഡലൂസിൽ നിന്ന് ഒരു സംഘം ആളുകൾ അവിടുത്തെ ആളുകൾക്കുള്ള സംശയങ്ങൾ, ദീനി സംശയങ്ങളെല്ലാം എഴുതി കൊടുത്ത് 40ഓളം ചോദ്യങ്ങളുമായിട്ട് ഇമാം മാലിക്കിന്റെ അടുത്തേക്ക് വരികയാണ്. അന്നത്തെ കാലത്തെ യാത്ര, കഷ്ടപ്പാട്, ത്യാഗം ഇതെല്ലാം സഹിച്ചിട്ട് 40 ചോദ്യങ്ങളുമായി വന്നിട്ട് 36ഓളം ചോദ്യത്തിന് ഇമാം മാലിക് റഹ്മഹുള്ള മറുപടി പറയുന്നത് ലാ അദ്രി എന്നാണ്, എനിക്കറിയില്ല എന്നാണ്. അതിൽ അവർ വന്ന് ചോദിച്ചു എന്താണ് ഇമാം മാലിക്, നിങ്ങൾ വന്നിട്ട് നിങ്ങൾ അറിയില്ല എന്ന് പറയാണോ? അദ്ദേഹം പറഞ്ഞത് എനിക്കറിയാത്തത് ഞാൻ എങ്ങനെ അറിയുന്നു പറയും, എങ്ങനെ അത് പറയാൻ സാധിക്കും? അപ്പൊ ഒരാൾക്ക് ഒരു കാര്യം അറിയില്ല എന്ന് പറയുന്നത് ഒരു മോശമല്ല. നമ്മൾ പ്രത്യേകിച്ച് ഇൽമു നേടുന്നവർ ആദ്യം പഠിക്കേണ്ട കാര്യം ലാ അദ്രി എന്ന് പറയാനാണ്. എനിക്കറിയില്ല. വേറെ ഇൽമുള്ള ആളുകളോട് ചോദിക്കുക, അല്ലെങ്കിൽ അത് ചോദിച്ച് പഠിക്കുക എന്നുള്ള നിലക്ക് നാം മനസ്സിലാക്കണം. ഇതുപോലെ അബദ്ധങ്ങൾ, ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ലാതെ ഉറപ്പില്ലാതെ നാം പറയുന്ന അബദ്ധങ്ങൾ ആളുകൾ അമലാക്കി ചെയ്യാൻ തുടങ്ങിയാൽ, ആമത്തുന്നാസ് അത് അമലാക്കി ചെയ്യാൻ തുടങ്ങിയാൽ അവരെല്ലാവരും അബദ്ധത്തിൽ വീഴുന്ന അവസ്ഥയായിരിക്കും. അത് ഇസ്ലാമിനെ തകർത്ത് കളയും. രണ്ടാമത്തെ കാര്യം ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് വജിദാലുൽ മുനാഫിഖ് ബിൽ കിതാബ്, ഖുർആൻ കൊണ്ട് മുനാഫിഖിന്റെ തർക്കം, സംസാരം, അങ്ങനെയുള്ളവർ. ഇതുകൊണ്ട് ഉദ്ദേശം എന്താണ്? മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഉള്ളിൽ കുഫർ വെച്ച് നടക്കുന്ന, ബാഹ്യത്തിൽ ഇസ്ലാം അഭിനയിക്കുന്ന ആളുകളാണ് മുനാഫിഖുകൾ. അവർ ഖുർആൻ ഹിഫ്ദുണ്ടാകും, ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടാകും, അതുപോലെ തന്നെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ ഇൽമ എന്താണ്? ഇൽമുൽ ലിസാനാണ്. ഇൽമിനെ ഉലമാക്കൾ 2 രീതിയിൽ പറയാറുണ്ട്. ഒന്ന് ഇൽമുൽ ലിസാൻ, 2 ഇൽമുൽ ഖൽബ്. ഇൽമുൽ ലിസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവ് കൊണ്ട് വെറുതെ പറയുന്ന ഇൽമ്, അത് നാഫി അല്ല, അത് വെറും നാവിൽ നിന്ന് കാതിലേക്ക് എത്തുന്ന ഇൽമു മാത്രമായിരിക്കും, ഉപകാരമില്ലാത്ത ഇൽമ്. അതാണ് ഇൽമുൽ ലിസാൻ എന്ന് പറയുന്നത്. ഇൽമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ നാഫി ആയിട്ട ഇൽമ്, ഒരുത്തിന് അവൻ പറയുന്ന ഇൽമിന്റെ ആശയം എന്താണ് എന്ന് യഥാർത്ഥത്തിൽ ഖൽബിൽ ഉറച്ചിട്ടുണ്ടാകും, അവന് സിദ്ഖും ഇഖ്ലാസും ഉണ്ടാകും. ആ ഇൽമ് അവൻ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് അയാളുടെ കാതിൽ മാത്രമല്ല അയാളുടെ ഖൽബിലെത്തും. അതുകൊണ്ട് അയാളുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും, ജീവിതത്തിൽ മാറ്റം സംഭവിക്കും. ഈ 2 ഇൽമ്. ഇതിൽ മുനാഫിഖുകളുടെ ഇൽമ് എന്ന് പറഞ്ഞാൽ ഇൽമുൽ ലിസാൻ, നാവ് കൊണ്ടുള്ള ഇൽമാണ്. അവൻ അതുകൊണ്ട് സംസാരിക്കും, അതുകൊണ്ട് ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിക്കും, ഹദീസുകൾ ഉദ്ധരിക്കും, അത് പറഞ്ഞ ആളുകളെ വഞ്ചിക്കും, അത് തെറ്റായി വ്യാഖ്യാനിക്കും, അതിന്റെ ആശയങ്ങളെ തെറ്റായിട്ട് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കും, എന്നിട്ട് പറഞ്ഞ് അവരെ പിഴപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാര്യമുണ്ടാകും. അപ്പൊ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് രക്ഷയായിട്ടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ സഹാബാക്കളുടെ ഫഹമിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അല്ലാതെ ഇതുപോലെയുള്ള മുനാഫിഖുകൾ, ഇവരുടെ ഫിത്നകൾ നിങ്ങൾ ഇൽമു കൂടുതൽ നേടുവാൻ മനസ്സിലാക്കാൻ സാധിക്കും. കിതാബുകൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ റിസാലകൾ, അവര് ദീനിന്റെ ആയത്തുകളെയും ഹദീസുകളെയും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഓരോ കാലത്തിന്റെയും ആളുകളുടെയും താല്പര്യത്തിനനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുകയും ആളുകളെ തെറ്റിക്കുകയും ചെയ്യുന്നത് ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അവരെ നിഫാഖ് ആളുകൾക്ക് മനസ്സിലാവൂല, ആളുകൾ വിചാരിക്കും ദീനാണെന്ന്, ആളുകൾ അത് ചെയ്യുകയും ചെയ്യും. അത് വലിയ അപകടമാണ്. അപ്പോ ഈ മുനാഫിഖുകൾ ഖുർആൻ കൊണ്ട് സംസാരിക്കുക എന്നുള്ളതും പിഴപ്പിക്കുന്ന കാര്യമാണ്. അടുത്ത കാര്യം പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വഹുക്മുൽ അഇമ്മത്തിൽ മുളില്ലീൻ, പിഴച്ച അയിമ്മത്തുകളെ വിധി കൽപ്പിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ഉദ്ദേശിക്കും സുൽത്താനുകാർ അഥവാ ധിക്കാരികളായിട്ടുള്ള ഭരണാധികാരി, ഇസ്ലാമി ലോകത്തെ ഭരണാധികാരികൾ, അവര് ഹക്ക് ഉദ്ദേശിക്കുന്നുണ്ടാവില്ല, അവർക്ക് ബാത്തിലിൽ മുഴുകുന്ന ആളുകളായിരിക്കും. ജനങ്ങൾ അവരെ പിൻപറ്റുകയും ചെയ്യും. ജനങ്ങൾ 2 കാര്യം കൊണ്ടാണ് ഇതുപോലുള്ള ഭരണാധികാരികളെ പിൻപറ്റുക. ഒന്ന്, അവരെ കുറിച്ചുള്ള ഭയം, അവരെ എതിർത്ത് നിന്നാൽ അവരിൽ നമുക്ക് എന്തുണ്ടാവും, ഉപദ്രവം ഉണ്ടാവും എന്നുള്ളത് പേടിച്ചിട്ട് അവർ പറയുന്ന എല്ലാ വലാലത്തിനും പിന്നാലെ പോകും. രണ്ടാമത്തേത്, അവരിൽ നിന്ന് ലഭിക്കേണ്ട നേട്ടം. സുൽത്താൻമാരിൽ സമ്പത്തും സൗകര്യങ്ങളും അധികാരമൊക്കെ ഉണ്ടാവും, അത് ലഭിക്കാൻ വേണ്ടിയിട്ട് അവരെ പിൻപറ്റുന്ന ആളുകൾ ഉണ്ടാവും. എന്തു തന്നെയായാലും ഇതുപോലെ പിഴച്ച ഇമാമിയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? ആളുകൾ പഴച്ചു പോകുന്ന അവസ്ഥയുണ്ടാവും. ദീനിന്റെ വിഷയത്തിലുള്ള ഇമാമിയങ്ങളും ഭരണത്തിലുള്ള ഇമാമിയങ്ങളും രണ്ടും ഒരുപോലെയാണ്. ആളുകളിൽ പിഴവ് സംഭവിക്കും, ആളുകൾ അവർ വഞ്ചിതരായി പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ അഖാഫു അലാ ഉമ്മത്തി അൽ അയിമ്മത്തുൽ മുളില്ലീൻ, ഞാൻ എൻ്റെ ഉമ്മത്തിൽ ഭയപ്പെടുന്നു ഇമാമുകൾ, വഴി പിഴപ്പിക്കുന്ന അല്ലെങ്കിൽ വഴി പിഴവിലാക്കപ്പെട്ട ഇമാമുകളുടെ വിഷയത്തിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഇസ്ലാമിനെ നശിപ്പിക്കുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇൻഷാ അല്ലാഹ്
ഈ ബാബിൽ 2-3 അസറുകൾ കൂടി ഉണ്ട്. നമുക്ക് അടുത്ത ദർസിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിനെയും ഹദീസിനെയും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ